തലശ്ശേരി അതിരൂപത വിദ്യാർത്ഥികൾക്കായി ഒട്ടനവധി സ്കോളർഷിപ്പ് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. നഴ്സിംഗ് പഠിക്കുന്ന നിർധനരായ കുട്ടികളുടെ പഠനസഹായത്തിനായി ഒരുക്കിയിരിക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് നൈറ്റിംഗേൽ മിനിസ്ട്രി. പ്രിയപ്പെട്ടവരെ, തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സഹായിക്കുന്ന ഒട്ടനവധി സ്കോളർഷിപ്പ് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ചെമ്പേരിയിലുള്ള വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ എല്ലാ വർഷവും സ്കോളർഷിപ്പ് ഇനത്തിൽ 5 കോടി രൂപയോളം പണം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. കൂടാതെ നേഴ്സിംഗ് പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന കുട്ടികളെ സഹായിക്കാൻ വിവിധ പഠന സഹായ പദ്ധതികളുണ്ട്. അതിന് പ്രകാരം നൈറ്റിംഗേൽ മിനിസ്ട്രി എന്ന പേരിൽ ബഹുമാനപ്പെട്ട ജോൺസൺ തോട്ടത്തിലച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഉപയോക്താക്കൾക്ക് ഇന്ന് പണം കൊടുക്കുന്ന ദിവസമായിരുന്നു. തലശ്ശേരി സന്ദേശ് ഭവനിൽ വെച്ച് തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് ഉദ്ഘാടനം ചെയ്തു. 142 കുട്ടികളാണ് ഇതിനോടകം നൈറ്റിംഗേൽ മിനിസ്ട്രിയിലൂടെ നേഴ്സിംഗ് പഠനത്തിന് സഹായം തേടി സ്കോളർഷിപ്പ് നേടി ഇതിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരിക്കുന്നത്. 92 കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 50ഓളം കുട്ടികൾ പഠനം പൂർത്തിയായി. അവരുടെ 4 വർഷത്തെ പഠനത്തിന് 50,000 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത്. ബഹുമാനപ്പെട്ട ജോൺസൺ തോട്ടത്തിലച്ഛൻ ജർമ്മനിയിൽ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തലശ്ശേരി അതിരൂപതയ്ക്ക് ഉണ്ടായൊരു വലിയ അനുഗ്രഹം, ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇതിനോടകം 250ഓളം നേഴ്സുമാർ അവർ ലാംഗ്വേജ് പഠനം പൂർത്തിയാക്കി, ജർമ്മൻ ഭാഷ പഠനം പൂർത്തിയാക്കി, മറ്റ് പൈസ ചെലവുകളൊന്നുമില്ലാതെ ജർമ്മനിയിലെത്തി അവിടെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. 250ഓളം കുടുംബങ്ങൾ വലിയൊരു സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മുടെ മലയോര മേഖലയിൽ ഒത്തിരി കർഷക കുടുംബങ്ങൾ അവരുടെ മക്കളുടെ പഠനവും അവരുടെ മക്കൾ വഴി കുടുംബം രക്ഷപ്പെടേണ്ടതുമായൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഏജൻസിമാരൊക്കെ വഴി പോയിരുന്നെങ്കിൽ ഒരുപാട് പണം ചിലവാകുന്ന സാഹചര്യത്തിൽ മാറി ഒരു പണം ചിലവുമില്ലാതെ അവരെ ലാംഗ്വേജ് പഠിപ്പിച്ച് ജോലിക്കുള്ള സാധ്യതയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാംഗ്വേജ് പഠനത്തിനായിട്ട് തന്നെ 5 കോടിയിലേറെ രൂപ ബഹുമാനപ്പെട്ട ജോൺസൺ ചെലവഴിച്ചു. കൂടാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പണം കൊടുത്തുകൂടി ഉൾപ്പെടെ 2.5 കോടി രൂപ ആ വഴി നമ്മൾ ഈ സ്കോളർഷിപ്പ് പദ്ധതിയിൽ ചെലവഴിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അതിരൂപതയെ സംബന്ധിച്ച് ഒത്തിരിയേറെ പാവപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. അവരെ സഹായിക്കാനുള്ള പദ്ധതിയാണിത്. ഇത് കൂടാതെ തന്നെ ബഹുമാനപ്പെട്ട തോമസ് മാപ്പിളപ്പറമ്പിലച്ഛൻ്റെ നേതൃത്വത്തിൽ നേഴ്സിംഗ് പഠിക്കുന്ന 140ഓളം കുട്ടികൾക്ക് 40,000 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു സ്കീമുണ്ട്. കൂടാതെ അച്ഛൻ തന്നെ നേതൃത്വം കൊടുക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ് താഴെയുള്ള കുട്ടികൾക്ക് എല്ലാ വർഷവും ഒരു 15,000 രൂപ വെച്ച് കൊടുക്കുന്ന പദ്ധതിയുണ്ട്. ഇങ്ങനെ നമ്മുടെ അതിരൂപത വളരെ താല്പര്യം എടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളുടെ പഠനത്തിനായി ഒട്ടനവധി സ്കോളർഷിപ്പ് പദ്ധതികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അഭിവന്ദ്യ പാമ്പ്ലാനി പിതാവ് മലയോര മേഖലയിലെ കർഷകരുടെ ഒപ്പമാണ്. കർഷക കുടുംബങ്ങളിൽ നിന്ന് വിഷമിക്കുന്ന ആളുകൾ പിതാവിനെ കാണാൻ വരുമ്പോൾ അവരെയൊക്കെ നമ്മൾ ഈ സ്കീമുകളിൽ ഉൾപ്പെടുത്തിയാണ് അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ലക്ഷത്തോളം ആളുകളുള്ള ഈ അതിരൂപതയിൽ ഒട്ടനവധി അപേക്ഷകൾ വരുന്നുണ്ട്. എല്ലാവരെയും നമുക്ക് സാധിക്കുന്നിടത്തോളം എല്ലാവരെയും സഹായിക്കാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോൺസൺ തോട്ടത്തിലച്ഛൻ വഴിയാണ് ഈ നൈറ്റിംഗേൽ മിനിസ്ട്രിയുടെ സ്കോളർഷിപ്പ് പദ്ധതി നടക്കുന്നത്. ഇന്നിവിടെ 92 കുടുംബങ്ങൾക്ക് ധാരാളം ആളുകൾ വന്നു. അവരെല്ലാം ഈ അടുത്ത വർഷത്തേക്കുള്ള അവരുടെ ചെക്ക് മേടിച്ചുകൊണ്ടിരിക്കുന്ന ദിവസമാണിന്ന്. പ്രിയപ്പെട്ട ജോൺസൺ അച്ഛൻ നമ്മുടെ ഒപ്പമുണ്ട്. അച്ഛൻ നമ്മളോട് ഈ സമയം അച്ഛൻ്റെ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കും. കുട്ടികൾക്കാണ് ഈ പദ്ധതിയുടെ പഠനസഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നവംബർ 18-ാം തീയതി സന്ദേശ ഭവനിൽ വച്ച് ഈ വർഷത്തെ സ്കോളർഷിപ്പ് വിതരണം നടന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് തലശ്ശേരി അതിരൂപതയുടെ മലയോര മേഖലയിലുള്ള വിവിധങ്ങളായിട്ടുള്ള ഇടവകകളിൽ നിന്നും നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി തലശ്ശേരി അതിരൂപത വഴി ജർമ്മനിയിലെ ബാഡ് നോയ്സ്റ്റാഡ് കേന്ദ്രീകരിച്ച് കുടിയേറിയിരിക്കുന്ന നേഴ്സുമാരുടെ ഒരു കൂട്ടായ്മയാണ് നൈറ്റിംഗേൽ മിനിസ്ട്രി. ഏതാണ്ട് 250ഓളം നേഴ്സുമാർ ബാഡ് നോയ്സ്റ്റാഡ് കേന്ദ്രമായിട്ട് ഇന്ന് നേഴ്സിംഗ് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഇവരാരും ഒരു നയാ പൈസ പോലും ഒരു ഏജൻറ്റിനും കൊടുക്കാതെ ജർമ്മനിയിലേക്ക് എത്തിയവരാണ്. അവരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് തലശ്ശേരി അതിരൂപത കൂടെ ഉണ്ടായിരുന്നു.
ഇവർ ജർമ്മനിയിൽ എത്തിച്ചേർന്നതിന് ശേഷം അവർക്ക് അല്പസ്വല്പ സമ്പാദ്യങ്ങളൊക്കെ ആയി തുടങ്ങിയപ്പോൾ ആ നേഴ്സുമാരുടെ ഉള്ളിൽ തന്നെ ഉദിച്ച ഒരാശയമാണ് നാട്ടിലുള്ള സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ നഴ്സിംഗ് പഠനത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന സഹോദരിമാരെ സഹായിക്കുക എന്നുള്ളത്. ആ ഒരു സ്വപ്നമാണ് നൈറ്റിംഗേൽ മിനിസ്ട്രിയിലൂടെ സാർത്ഥകമായിരിക്കുന്നത്. ബിജുവച്ചൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഏതാണ്ട് 140ഓളം നേഴ്സിംഗ് സ്റ്റുഡൻസിനെ, നമ്മുടെ മലയോര മേഖലയിലുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ നേഴ്സിംഗ് സ്റ്റുഡൻസിനെ ഈ നൈറ്റിംഗേൽ മിനിസ്ട്രിയിലൂടെ ഇന്ന് സഹായിച്ചു വരുന്നു. അവരുടെ ഭാഗമായിട്ട് അവരോടൊപ്പമായിരിക്കുവാൻ സാധിക്കുന്നതിൽ ഞാൻ ഒത്തിരിയേറെ സന്തോഷിക്കുന്നു. തലശ്ശേരി അതിരൂപത അധ്യക്ഷനായ അഭിവന്ദ്യ മാർ ജോസഫ് പാംപ്ലാനി പിതാവ് സ്കോളർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട ജോൺസൺ തോട്ടത്തിൽ അച്ഛനാണ് നൈറ്റിംഗേൽ മിനിസ്ട്രി നേതൃത്വം കൊടുക്കുന്നത്. ഫാദർ ജോൺസൺ മുഖ്യ അതിഥിയായിരിക്കുന്ന ഈ ചടങ്ങിൽ AKCC ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവയിൽ മുഖ്യ സംഭാഷണം നടത്തി. നൈറ്റിംഗേൽ മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായിരുന്ന ചാൻസലർ ജോസഫ് മുട്ടത്ത് കുന്നേലച്ചൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രിയ സഹോദരി സഹോദരൻ, നിങ്ങളെ എല്ലാവരെയും കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പലപ്പോഴും പല മനുഷ്യരും ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളായി വരുമ്പോൾ അവരെ എങ്ങനെ സഹായിക്കണം എന്നതിന് എല്ലാവരെയും സഹായിക്കാൻ നമുക്ക് സാധ്യതകളില്ല. ചില ആവശ്യങ്ങളിൽ പരിഹരിക്കാത്തതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും കണ്ടെത്താനുള്ള സത്യം. എങ്കിലും തികച്ചും ന്യായമായ കുട്ടികളുടെ പഠന മേഖലകളിൽ നമ്മുടെ അതിരൂപതയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അതിൽ ഏറ്റവും സ്തുത്യർഹമായ ഒരു മിനിസ്ട്രി ജോൺസൺ അച്ഛൻ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. ഇത് വിദേശികളാരും തരുന്ന പൈസ കൊണ്ടല്ല നിങ്ങളെ ഇത് സഹായിക്കുന്നത്, മറിച്ച് നമ്മുടെ നാട്ടിലെ പിള്ളേരിൽ തരുന്ന പൈസ. അതായത് ഈ സാധാരണ ജർമ്മനിയിൽ ഒരാൾ കൊണ്ടുപോകാൻ 10-15 ലക്ഷം രൂപ ചിലവാണ്. പക്ഷെ ജോൺസൺ അച്ഛൻ വളരെ ത്യാഗപൂർവ്വം അവിടുത്തെ ആശുപത്രിക്കാരുമായി സംസാരിച്ച് 1 രൂപ പോലും ചെലവില്ലാതെ നമ്മൾ 250 നേഴ്സുമാരെ ഇതിനോടകം അപ്പുറത്തേക്ക് ജർമ്മനിക്ക് ഉണ്ട്. അവർ ചെലവില്ല എന്ന് മാത്രമല്ല, അവർ ജർമ്മൻ ഭാഷ പഠിച്ചതിൻ്റെ പൈസ അടക്കം അവർക്ക് കൊടുത്തുകൊണ്ടാണ് അവർ ജർമ്മനിക്ക്. അത് അവരൊരു ഏജൻസി വഴിയായിരുന്നു പോകുന്നതെങ്കിൽ തീർച്ചയായും ഒരു 15 ലക്ഷം രൂപ അവരെ ഈടാക്കുക. നമ്മൾ അപ്രകാരം കൊണ്ടുപോകുന്ന അവരോട് പറഞ്ഞിരുന്ന ജോൺസൺ അച്ഛൻ്റെ ഒരു വ്യവസ്ഥയിലാണ്, നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ത്യാഗപൂർവമായ രൂപത ചെയ്യുമ്പോൾ രൂപതയിലെ പാവപ്പെട്ട പിള്ളേരെ പഠിക്കാൻ നിങ്ങളാവുന്ന ഒരു സഹായിക്കും. അവരത് വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തു. അവർക്ക് വേണമെങ്കിൽ നിർത്താമായി ഞങ്ങൾക്ക് കിട്ടിയ സഹായം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യും, നമുക്ക് എങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ പിള്ളേർ അങ്ങനെയല്ല, അവർ സേവനം തുടരാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഈ നൈറ്റിംഗേൽ മിനിസ്ട്രി എന്നുള്ള ഈ ഒരു മിനിസ്ട്രി നമുക്ക് തുടരാൻ സാധിക്കുക. ഇപ്പോൾ 92 ആളുകൾ ഇതിൻ്റെ ഗുണഭോക്താക്കളായിക്കൊണ്ട് ഗുണഭോക്താക്കളായി ആനുകൂല്യങ്ങൾ നേരിട്ടുണ്ട്. മനസ്സിലാക്കുക, 92 പേർക്ക് വിതരണം ചെയ്യുമ്പോൾ പിന്നെ ഇന്ന് തന്നെ 42 ലക്ഷം രൂപ വിതരണം ചെയ്യും. നിങ്ങൾ ഓരോരുത്തർക്കും കിട്ടുമ്പോൾ അത് വലിയ തുകയാണ് നിങ്ങൾ തോന്നിക്കാൻ. അത്രയും പേരെ സഹായിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു വലിയ സഹായകമായ കാര്യമാണ്. ഇത് ഒരു ശൃംഖലയായിട്ട് നമുക്ക് വളർത്തിയെടുക്കും. നിങ്ങളുടെ പിള്ളേർ നഴ്സിങ്ങിനെ പഠിച്ച് അവർ ജോലി കിട്ടിക്കഴിയുമ്പോൾ അവരും ഇതുപോലെ മറ്റ് പാവങ്ങളെ സഹായിക്കും.
അങ്ങനെ എല്ലാവർക്കും വളർന്നു വരാനുള്ള വേദിയും സാഹചര്യവും ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്ന കാര്യം. അപ്രകാരം നമ്മൾ വളരുക, നമുക്ക് ശേഷം വരുന്നവരെ വളർത്താൻ നമ്മൾ സന്നദ്ധരാകും. അതാണ് നൈറ്റിംഗേൽ മിനിസ്ട്രിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ഒരു ലക്ഷ്യം നിങ്ങളും നിങ്ങളുടെ മക്കളും നിറവേറ്റും എന്നാണ് നമ്മുടെ വിശ്വാസം. ഏതാണെങ്കിലും ഈ ഒരു വലിയ സംരംഭത്തിന് കാരണക്കൂടുതലായി ഇത്രയും കുടുംബങ്ങൾക്ക് അനുഗ്രഹമായ പ്രിയപ്പെട്ട ജോൺസൺസിനോട് അതിരൂപതയ്ക്കുള്ള വലിയ നന്ദിയും സ്നേഹവും ഞാൻ എല്ലാ ഗുണഭോക്താക്കളുടെയും പേരിൽ ഹൃദയപൂർവ്വം നേരുകയാണ്. എല്ലാ ആളുകളും ആശംസിക്കുന്നു. കാരണം അത് സമാനതകളില്ലാത്ത വിധം സങ്കീർണമായ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു വഴിയിലൂടെ നടന്നാണ് അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അച്ഛനെ എത്ര പുകഴ്ത്തിയാൽ മതിയാവില്ല. പക്ഷേ അച്ഛനങ്ങനെ സ്തുതിയും പുകഴ്ചയും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ആരാധനയുണ്ട്. അവസാനിപ്പിച്ചു. അച്ഛനോടുള്ള നന്ദി മാത്രം അറിയിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്രകാരം നഴ്സിംഗ് പഠിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ നന്നായി പഠിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അവിടെ ഇവിടെയും പോയി ഒരു അറിയാത്ത കോളേജുകളിലൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഈ വളരെയേറെ ത്യാഗം ചെയ്തുണ്ടാക്കി കാശ് കൊണ്ടുപോയിട്ട് വലിയ കൊമേഴ്സ്യൽ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന നഴ്സിംഗ് കോളേജുകൾ നമ്മുടെ പിള്ളേരെ ചേർത്ത് 12 ലക്ഷം രൂപ നഴ്സിംഗ് ഫീസ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് സഹായിക്കാമെന്ന് ചോദിച്ചു വരുമ്പോൾ സഹായിക്കാൻ എനിക്ക് മനസ്സിലാകാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു നഴ്സിംഗ് പഠിക്കാൻ പരമാവധി 4 കൊല്ലത്തേക്ക് 7 ലക്ഷം 8 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. അത് വലിയ തുക കൊടുക്കുന്ന നഴ്സിംഗ് കോളേജുകളൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങളറിയാതെ വിചാരിക്കുന്നു. ഏതാണെങ്കിലും അതൊന്നും അല്ലാതെ നമുക്ക് നഴ്സിംഗ് പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതും കൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അടുത്ത കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അത്തരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഈ നഴ്സിംഗ് പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന നമ്മുടെ ജർമ്മനിയിലുള്ള നഴ്സുമാരായ സഹോദരൻ ഞങ്ങൾക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. അവർ പഠിപ്പിക്കുന്ന പിള്ളേര് നല്ല രീതിയിൽ പഠിക്കണമെന്ന്, ഉന്നത വിജയം നേടി അവർക്ക് ഇതുപോലെ അവർക്ക് വേണ്ടി ഇതുപോലെ ജർമ്മനി വഴി എത്താനുള്ള ഭാഗ്യം കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള സഹായങ്ങളും അവർ ചെയ്യുന്നു. അതുകൊണ്ട് അപ്രകാരം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ വളർന്നു വരാൻ നന്നായി പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അവരുടെ മാർക്ക് ലിസ്റ്റുകളും പഠിക്കുന്നുണ്ട്. ഇനി മുതൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സഹായം ചെയ്ത മക്കളുണ്ടാവുക അവർ ശരിക്കും പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ അതാത് വർഷത്തെ മാർക്ക് ലിസ്റ്റുകളിലൂടെ ഒരു കോപ്പി നിങ്ങൾ കൊടുക്കാം. നിങ്ങളുടെ പിള്ളേർ പഠിക്കുന്നുണ്ട്, ജയിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താം. സർവ്വദിനം സപ്ലി മേടിക്കുന്നവർ അടുത്തുള്ള വീട്ടിൽ പഠിപ്പിക്കുന്ന കാര്യമില്ല. അത് പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് നിങ്ങളെ കാര്യപ്പെടുത്താൻ വേണ്ടിയല്ല, പിള്ളേർക്ക് ഉത്തരവാദിത്തമാണ്. പഠിക്കാൻ വേണ്ടിയാണ് അവർ പോകുന്നത് എന്ന് പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം നമ്മളെ സഹായിക്കുന്ന മനുഷ്യരോട് നമ്മൾ പറയുന്ന വാക്കുകളാണ് ഇവരെല്ലാം വളരെ നന്നായി പഠിക്കും, മിടുക്കരായിട്ട് ജയിക്കും എന്നുള്ള ഉറപ്പിലാണ് അവരെ സഹായിക്കുന്നത്. യുവതയുടെ വാക്ക് വിശ്വസിച്ച് അവരെ സഹായിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം നിറവേറുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ യുവതയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഒരു കാര്യം കൂടി വിശ്വസിക്കുന്നു. ഇത് പ്രസംഗത്തിൻ്റെ വേദിയല്ലാത്തതുകൊണ്ട് ഇവിടെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വേദി. നിങ്ങളെ ഈ സഹായം മേടിക്കുന്നുവെന്നതുകൊണ്ട് നിങ്ങളെന്തോ പാവപ്പെട്ട മനുഷ്യരാണ് എന്നൊരു ചിന്ത നിങ്ങൾക്കും വേണ്ട. നിങ്ങൾ ചിന്ത നമ്മുടെ ആരെയും മനസ്സിലാക്കും. നിങ്ങളെല്ലാം മഹത്വമുള്ള മനുഷ്യരാണ്. നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് സത്യത്തിൽ നിങ്ങൾ മേടിക്കുക. ഈ രൂപത എന്ന് പറയുന്നത് എല്ലാവരുടെയും പൊതുഭവനമാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് വിഷമങ്ങൾ വരുത്തിയിട്ടുള്ള പറയാനുള്ള സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വിഷമങ്ങളും കഴിയില്ല.
എല്ലാവരെയും അവരാഗ്രഹിക്കുന്ന രീതിയിൽ സഹായിക്കാൻ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. നിങ്ങൾക്ക് ഇത്രയും ലക്ഷക്കണക്കിന് മനസ്സിലുള്ളപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ച് എടുക്കലാക്കുന്നത് ഞങ്ങൾ രൂപതയിലെ വൈദികർക്ക് വേറെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ ഇവിടെ വിജയിച്ച് നേരത്തെ സൂചിപ്പിച്ചത് നമ്മളെല്ലാവരും ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളാണ്. ആ ഒരു കുടുംബ കൂട്ടായ്മയുടെ അരൂപിയിൽ ഇത്തരം പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാൻ കൂടി നിങ്ങളുടെ എല്ലാവർക്കും കഴിയുമെന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് നല്ല ആരോഗ്യവും ദീർഘായുസ്സും നേരുന്നു. നിങ്ങളുടെ മക്കൾക്ക് നല്ല പഠനം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അതിരൂപതാംഗമായ ചരൽ ഇടവകയിൽ നിന്ന് വരുന്ന ബഹുമാനപ്പെട്ട ജോൺസൺ തോട്ടത്തിലച്ഛൻ്റെ ആത്മാർത്ഥമായ പിന്തുണയോടെ അനേകം വിദ്യാർത്ഥികളെ നേഴ്സിംഗ് പഠിപ്പിക്കുവാനും അനേകം നേഴ്സിംഗ് പഠിച്ച കുട്ടികളെ ജർമ്മനിയിൽ ജോലി നേടിക്കൊടുക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തമ്പുരാന് നന്ദി പറയുകയാണ്. ഇന്ന് ഈ നൈറ്റിംഗേൽ മിനിസ്ട്രിയിൽ ഉൾപ്പെടുത്തി വളരെയധികം കുട്ടികളെ സഹായിക്കുവാൻ അഭിനന്ദ പിതാവും ബഹുമാനപ്പെട്ട ചാൻസലർ അച്ഛനും ജോൺസൺ അച്ഛനും ഇവിടെയുണ്ട്. ഇതിന് ഗുണഭോക്താക്കളായ കുട്ടികളിലൂടെ നമ്മുടെ അതിരൂപതയിലെ നിരവധി കുടുംബങ്ങൾക്ക് സാമ്പത്തികമായ ഉന്നതി ലഭിക്കുമെന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ അതിരൂപതയിലെ കൂട്ടായ്മയും സാമുദായികമായ കെട്ടുറപ്പും വളരുവാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അതിരൂപത അധ്യക്ഷനോട് ചേർന്ന് ദൈവജനം ഒന്നായി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ദൈവം നമുക്ക് സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നൽകും. കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനതയെ നയിച്ച ദൈവത്തിൻ്റെ സംരക്ഷണവും സാന്നിധ്യവും നമ്മുടെ അതിരൂപതയിലും അഭിനന്ദ പിതാവിനോടും ബഹുമാനപ്പെട്ട വൈദികരോടുമൊപ്പം നമ്മുടെ ദൈവജനത്തിനിടയിൽ സമൃദ്ധമാകട്ടെ എന്ന ആശംസയോടെ സ്നേഹത്തോടെ നിർത്തുന്നു. നന്ദി. എന്തുമാത്രം സ്നേഹത്തോടെ ഒരു അപ്പൻ്റെ വാത്സല്യത്തോടെയാണ് നമ്മുടെ അതിരൂപതയിലെ ഓരോ അംഗത്തെയും അഭിനന്ദ പിതാവ് കാണുന്നത്. അഭിനന്ദ പിതാവിൻ്റെ തൊഴിലോട് ചേർന്ന് അല്ലെങ്കിൽ പിതാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യമാകുന്നൊരു കാര്യമുണ്ട്. പിതാവിൻ്റെ വലിയ കാഴ്ചപ്പാട് നമ്മുടെ അതിരൂപതയെക്കുറിച്ചുണ്ട്. നിങ്ങൾ പഴയ നിയമം വായിക്കുമ്പോൾ അതിൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള വായനകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ദൈവം തിരഞ്ഞെടുത്ത് ഇസ്രായേൽ ജനത്തെ സ്വന്തമാക്കി വളർത്തിക്കൊണ്ടുവന്നപ്പോൾ ആ തുടക്കത്തിൽ അവരെല്ലാവരും സമന്മാരായി. പിന്നീട് കാലവേറെ ചെന്നപ്പോൾ ഒരാളുടെ മറ്റൊരാൾ കടം മേടിച്ച് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല, ജീവിത ബാധ്യതകൾ അങ്ങനെ വന്നപ്പോൾ അവരുടെ ഇടയിൽ അസമത്വമുണ്ട്. അപ്പോൾ ദൈവപിതാവ് എന്ത് ചെയ്തു നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. പറയുന്നത് ഒരു ജൂബിലി ആഘോഷത്തെ കുറിച്ച് പറയും. അങ്ങനെയാണ് ജൂബിലി എടുത്തത്. 49 വർഷം കഴിയുമ്പോൾ 50ാമത്തെ വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണമെന്ന്. ആ വായനകൾ വളരെ സുന്ദരമാണ്. അതിനകത്ത് വലിയ കാഴ്ചപ്പാടുണ്ട്. ദൈവം അവിടെ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ എല്ലാവരും തുല്യരായിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തുല്യമായിട്ട് സ്ഥലം വീതിച്ചു തന്നതാണ്. നിങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള സ്ഥിതിഗതികൾ ഞാൻ സൃഷ്ടിച്ചു തന്നതാണ്. ലേവി വംശം വിളിച്ച് അവർക്ക് മറ്റുള്ളവരുടെ സംഭാവന ജീവിക്കാൻ അവർ പുരോഹിതന്മാരാണ്. പക്ഷേ നിങ്ങളുടെ അസമത്വം ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ അസമത്വം പരിഹരിക്കണം എന്ന് പറഞ്ഞു. എന്നതുപോലെ കാഴ്ചപ്പാട് നമ്മുടെ തലശ്ശേരി അഭിമുഖിക്കുന്നത്. നിങ്ങൾ ഞാൻ എവിടുത്തെ അത് വെച്ച് ഞാൻ ചന്ദനക്കാപ്പാലുള്ള കവിയിലാന്ന് ഞാൻ പറയും. എനിക്ക് വലിയ അഭിമാനമാണ് പറയാം. അതുപോലെ എനിക്ക് അഭിമാനമാണ് എൻ്റെ രൂപതയെക്കുറിച്ച് പറയും. ഇവിടെ നമ്മുടെ പിതാവിന് നമ്മുടെ രൂപതയിലെ എല്ലാ വ്യക്തികളോടും വ്യക്തിപരമായ സ്നേഹമുണ്ട്. എല്ലാവരും നേരെ കാണാൻ പിതാവിന് സാധിക്കും. പിതാവ് തന്നെ ഇപ്പോൾ പറഞ്ഞു 3 ലക്ഷത്തോളം ആളുകളാണ്. പക്ഷേ എല്ലാവർക്കും വലിയ ഉന്നതി ഉണ്ടാകണമെന്ന് പിതാവിന് വലിയ ആഗ്രഹമുണ്ട്. ബഹുമാനപ്പെട്ട വിജയച്ചനോടും ജോൺസനോടും എന്നോടൊക്കെ പിതാവ് അത് പറയാറുണ്ട്. അതുകൊണ്ടാണ് പിതാവ് പറഞ്ഞത്. പിതാവ് ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. പിതാവ് പറഞ്ഞു, ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ജോലിയുണ്ട്, ആ കുടുംബത്തിൽ നമ്മുടെ ആത്മീയമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് വളർച്ചയ്ക്ക് വേണ്ടി. അതുപോലെ
ഭൗതികമായിട്ട് വളർച്ച വേണം. നമുക്ക് വിശക്കുന്ന ആളുകളോട് തീ ആയാൽ പറഞ്ഞിട്ട് കാര്യമെന്നത് തിരുവചനത്തിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് പിതാവ് ആ കാര്യം വളരെ ശ്രദ്ധാലുവാണ്. നമ്മുടെ അതിരൂപതയിലെ പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കണമെന്ന് പിതാവിൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അതാണ് ഇതിലൂടെ നടക്കുന്നത്. പിതാവിനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അത് പിതാവ് സ്വന്തം കർത്തവ്യമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്. പിതാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം എത്രയോ വലിയ ഉത്തരവാദിത്തമാണ് പിതാവിനുള്ളത്. ഈ എറണാകുളത്തെ നമ്മുടെ അതിരൂപതയിലെയും കാര്യങ്ങൾ നോക്കുന്നത് വളരെ നിസ്സാരമാണ്. മനുഷ്യർ പറയുന്ന ചീത്തരി അതിൻ്റെ അപ്പുറം നമുക്കെല്ലാം അറിയാം. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ പിതാവ് നന്മ ചെയ്യാൻ എപ്പോഴും വ്യക്തസ്വീകരിക്കണം. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് നമ്മുടെ പ്രാർത്ഥനാ സഹായമാണ്. നമ്മുടെ പിതാവാണ്. പിതാവിനെ നമ്മൾ സ്നേഹിക്കണം. പിതാവിനെ സ്നേഹിക്കും. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ ദൈവപിതാവിൻ്റെ സ്ഥാനത്ത് നിന്നാണ് പിതാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓർക്കുക. ആ ഒരു നന്മയും സ്നേഹവും പിതാവിനോട് ഉണ്ടാകണം. പിതാവിനെ കുറിച്ച് നമ്മൾ നന്മ പറയണം. നമ്മുടെ അതിരൂപതയ്ക്ക് ആ കുടുംബം എന്നുള്ള ചിന്ത വേണം. രണ്ടാമത് നമ്മൾ നന്ദി പറയേണ്ട നമ്മുടെ ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛനോടാണ്. അച്ഛനെ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാം. ഞങ്ങൾ ഒരുമിച്ച് അവിടെ ജർമ്മനിയിലുണ്ടായിരുന്നു. ഞാൻ പോയി കഴിഞ്ഞിട്ടാണ് അച്ഛൻ വന്നത്. ആദ്യകാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. വളരെ മറ്റുള്ളവരോട് സ്നേഹവും മാതൃതയുള്ള ഒരു അച്ഛനാണ് ജോൺസൺ അച്ഛൻ. സത്യത്തിൽ ഈ ജോൺസൺ അച്ഛൻ ഇതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യം അച്ഛനില്ല. അവിടെ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ഒരു ഭാഗം രൂപതയ്ക്ക് അയച്ചു കൊടുത്തിട്ട് അവിടെ സമാധാനത്തിൽ ഇരുന്നാൽ മതി. പക്ഷെ അച്ഛൻ അങ്ങനെ അല്ല ചെയ്യുന്നത്. അച്ഛൻ അവിടെ ചെന്നിട്ട് അച്ഛനെ ചെയ്യാൻ പറ്റുന്നതിന് പരമാവധി നന്മ മറ്റുള്ളവർക്ക് വേണ്ടി അച്ഛൻ ചെയ്തു. അത് ഞാൻ അച്ഛനോട് നന്ദിയുള്ള ആളാണ്. ഇവിടുന്ന് പോയ ഞാൻ തന്നെ പറഞ്ഞ അനേകം പേരെ അച്ഛനെ സഹായിച്ചിട്ടുണ്ട് പഠിക്കാൻ. അവിടെ ചെന്നിട്ടാണ് ആ കുട്ടികളുടെ കാര്യം വളരെ ഒരു വീട്ടിലൊരു കാരണവർ നോക്കുന്നതിനേക്കാൾ അപ്പുറം താല്പര്യത്തോടെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി. നമുക്കറിയാം, ഒരു വിദേശത്ത് പറ്റിയില്ലാത്ത സ്ഥലത്ത് പോകുമ്പോൾ ആരെങ്കിലും സഹായിക്കാനില്ല നമ്മൾ വിഷമിച്ചു. ഇപ്പോൾ മാതാപിതാക്കൾക്കോടൊക്കെ ഇതിനൊക്കെ സമയം വേണം. നമ്മൾ പൈസ മാത്രം പോരാ, സമയവും താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. സ്വന്തം സൗകര്യങ്ങളെ മാറ്റി വെക്കാതെ ഒരു മനുഷ്യനെ ചെയ്യാൻ പറ്റിയാണ്. അച്ഛൻ അവിടുത്തെ ഇടവകയിലെ ജോലികളെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇത് ചെയ്യുന്നത് നമ്മൾ ഓർക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ജോൺസൺ അച്ഛനെ മറന്നു പോകുന്നത്. കാരണം അച്ഛൻ്റെ ആ മനസ്സിൻ്റെ നന്മയും വിശാലതയാണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹം. മൂന്നാമത്തെ കാര്യം നമ്മൾ പ്രിയപ്പെട്ട വിജയച്ചനാണ്. വിജയച്ചന് തലശ്ശേരി അതിരൂപതയുടെ ചാൻസലർ എന്ന രീതിയിലുള്ള ഉത്തരവാദിത്വം എനിക്ക് തന്നെ അത്ഭുതമാണ്. എങ്ങനെ ഒരു മനുഷ്യൻ്റെ എല്ലാം ചെയ്യാൻ പറ്റും? രാത്രി 11 മണിക്കാണ് അവിടെ ചെല്ലുമ്പോൾ അച്ഛൻ ഓഫീസിൽ നിന്ന് വർക്കുകയാണ്. ഓരോരുത്തരുടെയും കാര്യം എടുത്ത് വെച്ച് ഫൈൻ എടുത്ത് വെച്ച് പഠിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് പിതാവിനെ അറിയിച്ച് ജോൺസൺ അച്ഛനെ അറിയിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മുടെ ഈ അതിരൂപതയുടെ അടുത്ത കാലത്ത് നടന്ന എല്ലാ തീർത്ഥാടനങ്ങൾക്കും ചുക്കാൻ പിടിച്ച ബഹുമാനോട് വിജയച്ചനാണ്. അച്ഛൻ ചെയ്യുന്ന പ്രവർത്തികൾ പലപ്പോഴും പലരും അറിയുന്നില്ല. മറ്റു ചിലരൊക്കെ ചെയ്യുന്നതൊക്കെ എല്ലാവരും അറിയുന്നില്ല. അച്ഛൻ നിശബ്ദമായിരുന്നു ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുക. അപ്പോൾ അച്ഛനെ ഒരിക്കലും മറക്കില്ല. അച്ഛന് നിങ്ങളുടെ പ്രാർത്ഥന പദ്ധതിയുമാണ്. അച്ഛൻ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. അതുപോലെ ജോൺസൺ അച്ഛൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അന്നേരം അച്ഛൻ ചെയ്യുന്നത് അച്ഛൻ്റെ നന്മകൊണ്ടാണ്. അതുപോലെ നമ്മൾ ഓർക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് അച്ഛൻ പറഞ്ഞ ഈ നേഴ്സിംഗ് സ്റ്റുഡൻസ്. അവർ സാധാരണ പിള്ളേരായിരുന്നു. അവരെ പലരെയും ഞങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ജോൺസൺ അച്ഛൻ സഹായിച്ചത്. അപ്പോൾ ആ കുട്ടികളോട് ഞങ്ങളും അന്ന് പറഞ്ഞ ജോൺസൺ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ കടന്നു പോയി കഴിയുമ്പോൾ പുറകെ ഉള്ളവരെ മറക്കാൻ പാടില്ല. നിങ്ങളെപ്പോലെയുള്ള അനേകം കുട്ടികൾ നമ്മുടെ രൂപതയിലുണ്ട്. അവരുടെ ഒന്നും കുറ്റം കൊണ്ടല്ല. ഓരോരുത്തർക്കും ഓരോ സാഹചര്യത്തിൽ സാമ്പത്തികമായ ഉന്നതി വന്നില്ല, അവർ ചില പിന്നോട്ട് പോയി. പക്ഷേ അവരെ കൂടെ നമുക്ക് കൈപിടിച്ച് വളർത്തണം. കാരണം അവർ നമ്മുടെ അതിരൂപതയിലെ അംഗങ്ങളാണ്. നമ്മുടെ തന്നെ ഇടയ സഹോദരന്മാരുമാണ്. അപ്പം എന്ന് പറഞ്ഞപ്പോഴാണ് ആ കുട്ടികൾ ഇത്രയും നന്ദിയോടെ അവർക്ക് കിട്ടുന്ന ഒരു പൈസ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അതിലൊരു പൈസ പോലും മറ്റൊരു കാര്യത്തിനെടുക്കാതെ ഈ വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ചെലവഴിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ പോയ പിള്ളേർ ഒത്തിരി പേര് കല്യാണം കഴിച്ചു. ഇനിയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു നല്ല ജീവിത പങ്കാളിയെ കിട്ടാനാണെങ്കിലും അവരുടെ കുടുംബജീവിതം നമുക്കറിയാം അത്ര എളുപ്പമല്ല ഇന്നത്തെ കാലത്ത്. വിദേശത്തൊക്കെ നിങ്ങൾ മക്കളെ കൊടുക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പം അവർ വഴിതെറ്റിയൊന്നും പോകാതെ നമ്മളുടെ ഒന്നും കണ്ടെത്താത്ത സ്ഥലത്ത്, മാതാപിതാക്കളുടെ ശ്രദ്ധയില്ലാത്ത സ്ഥലത്ത് ഈ മക്കൾ വിശ്വാസത്തെ ഉറച്ച് ജീവിതത്തിൽ വിജയം നേടുന്നതിന് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അതോടൊപ്പം നിങ്ങളുടെ മക്കളേക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഇനി വരുന്ന നമ്മളെപ്പോലെയുള്ള കുട്ടികളെ സഹായിക്കാൻ സാധിക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഒരു കുടുംബം എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് തലശ്ശേരി അതിരൂപത വളരുന്നത്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. പിതാവ് പറഞ്ഞതുപോലെ നമുക്ക് ആർക്കും ഒരു ജാഗ്രതയൊന്നും വേണ്ട. നമ്മുടെ അപ്പൻ നമുക്ക് തരുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഒരു വീട്ടിലെ അപ്പനാണ് മക്കൾക്കെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ അതിരൂപതയിലെ അപ്പൻ്റെ പിതാവ് ജോൺസണിലൂടെ മറ്റ് ആളുകളിലൂടെ ഇത് ചെയ്യുകയാണ്. ഒരുമിച്ച് നിൽക്കാം. നിങ്ങൾക്ക് എല്ലാവരും ദൈവാനുഗ്രഹങ്ങൾക്കും മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും
ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും നമുക്ക് എല്ലാവർക്കും വലിയ വളർച്ച ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അതിപാട് തന്നെ ബിജുവച്ചനോട് എനിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടുമുണ്ട്. കാരണം ഈ പ്രോജക്റ്റ് ഇത്ര ഭംഗിയായിട്ട് ഇന്ന് നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം തലശ്ശേരിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ബിജുവച്ചനാണ്. മിക്കവാറും ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ തമ്മിൽ ഈ ഒരു ബിൽസിനെ കുറിച്ച് സംസാരിക്കാത്ത ദിവസങ്ങളുണ്ടാവില്ല. പലപ്പോഴും ആഴ്ചയിൽ പലതവണ. ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ത്യാഗം സഹിച്ച് അച്ഛൻ്റെ ഒരുപാട് ജോലി തിരക്കുകൾക്കിടയിൽ ഈ ഒരു ഉത്സാഹത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നത്. 2009 ഞാൻ ജർമ്മനിക്ക് പോകുന്നത്. എൻ്റെ പിതാവിൻ്റെ ജർമ്മനിയിലേക്ക് ഒരു ശുശ്രൂഷയ്ക്കായിട്ട് പറഞ്ഞയക്കുന്നത്. അപ്പോൾ ആ നാടുകളിൽ ഞാനിപ്പോൾ ഓർക്കുന്നു, ഒരു മലയാളിയെ കാണണമെങ്കിൽ ഞാൻ വണ്ടി ഓടിച്ച് 70 കിലോമീറ്റർ പോകണമായിരുന്നു. അടുത്ത് 70 കിലോമീറ്റർ അകലെ തലശ്ശേരി യൂതക്കാരനായിട്ടുള്ള ഇപ്പോൾ എടൂര് വികാരിച്ചനായിരിക്കുന്ന നമ്മുടെ വടക്കേമുറിയച്ചൻ എന്നവിടെ സേവനം ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറൊരു മലയാളി ആ നാട്ടിലില്ലായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥാനത്ത് ഇന്ന് ഞാൻ താമസിക്കുന്ന പത്മവയസ്റ്റാണ്ടിലെ എൻ്റെ പള്ളിമുറിയുടെ ഒരു 3 കിലോമീറ്റർ ചുറ്റുള്ളതിനുള്ളിൽ ഏതാണ്ട് ഒരു 400ഓളം മലയാളികളുണ്ട്. അതിൽ ഞാൻ കൊണ്ടുപോയ നഴ്സുമാർ, നഴ്സിംഗ് സ്റ്റുഡൻസ്, അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ മക്കൾ, ഇത്രയും പേരടങ്ങുന്ന ഒരു വലിയ 400 പേരുടെ ഒരു കൂട്ടായ്മയായി വളർന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ ചെല്ലുന്ന ആളുകളിൽ നിന്ന് അവിടെ മലയാളി നഴ്സുമാർക്ക് കുടിയേറ്റം തുടങ്ങിയിട്ടില്ല. എന്നാൽ നഴ്സുമാർക്ക് വലിയ ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ നിന്നും ആ നാട്ടിലേക്ക് നഴ്സുമാരെ കൊണ്ടുപോകുന്നതിന്, അല്ലെങ്കിൽ നഴ്സുമാർക്ക് അവിടെ നിന്ന് ജോലി ചെയ്യുന്നതിന് അവരുടെ നിയമപരമായിട്ടൊരു തടസ്സം ഉണ്ടായിരുന്നു. അവരുടെ ആർട്ടിക്കിൾ 35 അനുസരിച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കുഞ്ഞുങ്ങളുടെ മരണം നടക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കയ്യിൽ. അപ്പോൾ ആ ലിസ്റ്റിൽപ്പെട്ട രാജ്യങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ജർമ്മനിയിലേക്ക് നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുവാൻ പാടില്ല എന്നുള്ള ഒരു നിയമം അവർക്കുണ്ടായിരുന്നു. ആ ഒരു നിയമം കാരണമാണ് മലയാളി നേഴ്സുമാർക്ക് ഒരു 10-30 വർഷത്തോളം ജർമ്മനിയിലേക്ക് പോകുവാൻ വേണ്ടി സാധിക്കാതെ വന്നത്. എന്നാൽ അവിടെ നേഴ്സുമാരുടെ ക്ഷാമം അതിരൂക്ഷമായപ്പോൾ അവർ ആ നിയമത്തിന് 2013 അവസാനമായപ്പോഴേക്കും അല്പം ഒരു ഇളവ് കൊടുത്തു. അതായത് ജർമ്മനിയിലേക്ക് നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാൻ പാടില്ല, എന്നാൽ അതേസമയം ഇന്ത്യൻ നേഴ്സുമാർക്ക് വേണമെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്യാം, അങ്ങനെ അവർക്ക് വേണമെങ്കിൽ ജർമ്മനിയിലേക്ക് വരാമെന്ന്. ഈ ഒരു സാധ്യത ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ ആദ്യം മുതൽ തന്നെ നമ്മുടെ നാട്ടിലെ കുറെ ചെറുപ്പക്കാരെ സഹായിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് അതിന് പിന്നിലുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞാനിപ്പോഴായിരിക്കുന്ന ബയേൺ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ തന്നെ ആദ്യമായിട്ട് കാലുകുത്തിയ ഒരു മലയാളി നേഴ്സ്, ഈ 2ാം തലമുറയിൽപ്പെട്ടൊരു മലയാളി നേഴ്സ് നമ്മുടെ തലശ്ശേരി എതിരുള്ളക്കാരിയായിട്ടുള്ള മാരടക്കം ഇടവകയിൽ നിന്നുള്ള മഞ്ജു ജോസഫ് എന്നിവരായിട്ടുള്ള നേഴ്സാണ്. എൻ്റെ പഴയ ഇടവകയായിരുന്നു. അതുകൊണ്ട് ആദ്യം കൊണ്ടുപോയപ്പോൾ എനിക്ക് പരിചയമുള്ള ഏതാനും കുട്ടികളോടാണ് പറഞ്ഞത്. കാരണം ഇത് വിജയിക്കുമോ എന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു സംഘത്തെ ഭാഷ പഠിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അവരിൽ ആദ്യം അവിടെ എത്തിച്ചേർന്നത് ഈ മഞ്ജുവാണ്. 2015 ഡിസംബർ മാസത്തിൽ നമ്മളവിടെ എത്തിച്ചേർന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് അങ്ങോട്ടൊരു ഒഴുക്കായിരുന്നു. നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിലൂടെ തന്നെ പിതാവ് സൂചിപ്പിച്ചപ്പോൾ ഏതാണ്ട് 250ഓളം നേഴ്സുമാരും നഴ്സിംഗ് സ്റ്റുഡൻസുമായിട്ട് അവിടെ എത്തി. അവരുടെ ഭർത്താക്കന്മാരും മക്കളും ഒക്കെ ആയിട്ട് ഏതാണ്ട് 400 പേര് കടന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരുപാട് പേരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുന്നതിൽ അതിലെനിക്ക് അവസരം നൽകി അഭിനന്ദ പിതാവിനോട് ഒത്തിരി നന്ദി. ഇതെല്ലാം നൽകി സാഹചര്യങ്ങൾ ഒരുക്കി അനുഗ്രഹിച്ച് തമ്പുരാന്റെ മുമ്പിൽ കൂപ്പുകയോടെ ഞാൻ ആയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ കൊണ്ടുപോയ നേഴ്സുമാർ ഒരു 8-10 പേരൊക്കെ ആയപ്പോഴേക്കും 2017 കാലഘട്ടമായപ്പോഴേക്കും ഞങ്ങൾ ഒരുമിച്ച് കൂടി മാസത്തിൽ കുർബാനയൊക്കെ ചെയ്യും മലയാളത്തിൽ. അങ്ങനെ ഒരുമിച്ച് കൂടുന്ന അവസരത്തിൽ ഈ സഹോദരിമാരുടെ തന്നെ മനസ്സിൽ നിന്ന് തോന്നുന്ന ഒരു ആശയമാണിത്. അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. അല്ലെങ്കിൽ തലശ്ശേരി അതിരൂപത വഴി മുഖാന്തരം ഞങ്ങൾ ഇവിടെ എത്തിയതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു പൈസ പോലും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങളെ അച്ഛനെ ഭാഷ പഠിക്കുന്ന അവസരത്തിൽ സഹായിച്ചു. അപ്പോൾ ഞങ്ങൾക്കും എന്തെങ്കിലും ചെയ്യണം, ഈ ഒരു ചിന്തയാണ് ആദ്യമായിട്ട് കൊണ്ടുപോയ നേഴ്സുമാരുടെ മനസ്സിൽ നിന്ന് ഉദിച്ചത്. ഇവിടെ ആ ഒരു ചിന്തയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ
നൈറ്റിംഗേൽ മിനിസ്ട്രി എന്ന് പറഞ്ഞ ഈ ഒരു വലിയ പ്രസ്ഥാനം ഇന്ന് വളർന്നു വന്നത്. ഇന്ന് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ 148 പേരുടെ ഈ പ്രൊജക്റ്റിൽ കുറെ പേര് പഠിച്ചു കഴിഞ്ഞു. 92 പേരെ ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴിങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോയ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഒരുപാട് അനുഗ്രഹം തമ്പുരാൻ കൊടുത്തു. അതിനുള്ളൊരു നന്ദി പ്രകാശം നിലയിലാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് അവർ തുടക്കം കുറിച്ചത്. ഇപ്പോഴെല്ലാ വർഷവും ഇതുപോലെ സ്കോളർഷിപ്പ് വിതരണത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ വരുമ്പോൾ ഇവിടെ വരുന്ന പിതാവിന്റെയും ബിജുവിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ സ്തുതിയും പുകഴ്ചയും കേട്ട് മടങ്ങുന്നത് ഞാനാണ്. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു നാട്ടിൽ അവധിക്ക് വന്നിരിക്കുന്ന ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിരിക്കുന്ന പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് പോകാൻ വിചാരിച്ചു. അന്വേഷിച്ചപ്പോൾ 2 പേര് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. 2 രണ്ടുപേരും ഞാൻ ജർമ്മനിക്ക് കൊണ്ടുപോയ നേഴ്സുമാരാണ്. 6 വർഷമായി. അങ്ങാടിക്കടവുകാരിയാണ്. മണ്ണൂര് സിബിയുടെ ഭാര്യയാണ്. ജിജിമോള് 4 വർഷമായി. അപ്പൊ ഇവരെ പോലെയുള്ള 250 പിള്ളേരെയാണ് ഞാൻ കൊണ്ടുപോയിരിക്കുന്നത്. 2 പേരും വിവാഹത്തിലാണ്. 4 പിള്ളേരുടെ അമ്മയാണ്. അപ്പോൾ ഇവരെ പോലെയുള്ളവരാണ്. ഇവരാരും എനിക്ക് എപ്പോഴും സന്തോഷം തോന്നുന്നൊരു കാര്യം, ഈ നൈറ്റിംഗേൽ മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്. അതിനകത്ത് ഞാൻ കൊണ്ടുപോയ നേഴ്സുമാരെ തന്നെയാണ് അംഗങ്ങളായിട്ടുള്ളത്. അപ്പോൾ അവരോട് ഓരോ തവണയും ഒരു വർഷത്തിൽ 2 തവണയാണ് ഇവർ 100 യൂറോ ഈ ഒരു പ്രോജക്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓരോ തവണയും അതിനുവേണ്ട റിക്വസ്റ്റ് വെക്കുന്ന അവസരത്തിൽ ഞാൻ പറയും, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകാം. അച്ഛനോടുള്ള കടപ്പാടിന്റെ പേരിൽ നിങ്ങൾ ആരും ഇതിനകത്ത് നിൽക്കണ്ട. പക്ഷേ ഇതിനേക്കാൾ ഉപരിയായിട്ട് തമ്പുരാൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമായിട്ട് എനിക്ക് തമ്പുരാൻ നൽകിയ വലിയ അനുഗ്രഹത്തിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എനിക്ക് ലഭിക്കുന്ന സമ്പത്തിന്റെ ഒരു ഭാഗം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു എന്നുള്ള മനസ്സോടുകൂടിയിട്ട് ചെയ്യുന്നെങ്കിൽ മാത്രം ഈ ഗ്രൂപ്പിൽ നിന്ന് വെച്ചാൽ മതി എന്ന് ഓരോ തവണയും ഞാൻ പറയാറുണ്ടല്ലേ. പക്ഷെ ഇതേവരെ ആരും ആ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ടില്ല എന്നുള്ളത് എന്നെ ഒത്തിരിയേറെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ ഇവർ 2 പേരും ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ളവരാണ്. ജിജിമോള് അവിടെ വന്ന അവസരത്തില് ഈ പ്രോജക്റ്റിൽ അംഗമായ അവസരത്തിൽ എന്നോട് പറഞ്ഞാൽ എനിക്ക് 100 യൂറോ തന്നാൽ പോലെ ഒരു കൊച്ചിനെ ഞാൻ തന്നെ പഠിപ്പിക്കണം. പക്ഷെ അച്ഛൻ ആരോടും പറഞ്ഞേക്കില്ല, നേരെ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവരുടെയൊക്കെ മുമ്പിൽ തീർച്ചയായിട്ടും ഇവരൊക്കെ അറിയണത് ഒരുപാട് സമയത്തൊക്കെ വീട്ടിൽ ആളെന്ന് എങ്കിൽ പോലും എനിക്ക് തീർച്ചയായിട്ടും പഠിക്കുന്ന അവസരത്തിൽ രൂപത എന്നെ സഹായിച്ചു. അതുകൊണ്ട് ഞാൻ ഒരാളെ സ്വന്തം പഠിപ്പിക്കും. ആരെയാണ് പഠിപ്പിക്കുന്നത് ജിജിമോൾ ഒരിക്കലും എന്നോട് ചോദിച്ചിട്ടില്ല. കൃത്യമായിട്ട് അതിനുള്ള തുക എന്നെ ഏൽപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നുണ്ട്. ഇങ്ങനെ പല കുട്ടികളുണ്ട് സ്വന്തമായിട്ട് ഒരു കുട്ടിയെ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്നവർ. അല്ലാത്തവരെല്ലാവരും തന്നെ ഒരു വർഷം 200 യൂറോ വരെയും ഒരു പ്രോജക്റ്റിലേക്ക് കോർഡിനേറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഓക്കെ, ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. കാരണം എനിക്ക് 12 കാലാവുമ്പോഴേക്കും ഒന്ന് പോകണം, എല്ലാവരും പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ മീറ്റിംഗ് തുടരും. നിങ്ങൾക്ക് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ ചെക്കുകളെല്ലാം തയ്യാറാക്കുന്നുണ്ട്. നമ്മുടെ അച്ഛന്മാർക്ക് കുറച്ച് പേര് ജർമ്മനിയിലേക്ക് ജോലിക്കായിട്ട് പോകുന്നുണ്ട്. അവിടെ പോയി അവർ ജോലി കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു ഭാഗം നമുക്ക് തലശ്ശേരിയിലേക്ക് അയച്ച് അതാണ് രൂപയ്ക്ക് ഒരു വരുമാനം. നമുക്കറിയാം നമ്മുടെ രൂപയ്ക്ക് വലിയ സാമ്പത്തിക സോഴ്സുകളില്ല. വലിയ രൂപതയാണെങ്കിലും എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കുറച്ചൊക്കെ ഉള്ളൂ. എസ്റ്റേറ്റിന് കിട്ടുന്നത് വളരെ തുച്ഛമായ കാർഷിക മേഖലയിൽ പൈസ കിട്ടുന്നത്. കീഴ്പുള്ളിലുള്ള എസ്റ്റേറ്റിൽ നിന്ന് വളരെ ചുരുങ്ങിയ പൈസ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ അച്ഛന്മാർ പുറമെ ജോലി ചെയ്യുന്നവരെ കൊണ്ടാണ് ജോലിയോട്. അതേസമയം നമുക്ക് ഒത്തിരി പദ്ധതികളുണ്ട്. അത് കാണുന്ന ഈ നൈറ്റിംഗേൽ മിനിസ്ട്രി ഞാൻ ജോൺസൺ നിരന്തരം ഇടപെടുന്നതുകൊണ്ട് എനിക്കറിയാം. നിങ്ങൾ ഓർക്കണം, ഈ 148 പേര് 92 ആക്കി വരുന്നുണ്ട്. ഇതെല്ലാം ഒരാൾക്ക് പൈസ തരുന്ന ഞങ്ങളിലോ പിന്നെ അവിടുത്തെ തരുന്ന പൈസ നമുക്ക് പെട്ടെന്ന് തരാൻ പറ്റിയില്ല. അത് ഈ സർക്കാർ ഓഡിറ്റിംഗ് സംവിധാനങ്ങളെല്ലാം ഉണ്ട്. നൂലാമാലകൾ ചെയ്താണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പം അതിനകത്ത് അതെല്ലാം ഓഡിറ്റിംഗ് ഉണ്ട്. ഒരാൾക്ക് സംവിധാനത്തിൽ മുഴുവൻ വിടാൻ പറ്റിയ ഓഡിറ്റിംഗ് വിഷയമുണ്ട്. അപ്പം പല പല വിഷയങ്ങളാണ്. അതെല്ലാം ഒരു വലിയ ത്യാഗത്തോടെ ചെയ്തിട്ടാണ് നമുക്ക് തരിക. എന്താ പറഞ്ഞല്ലോ, ചിലപ്പോൾ നിങ്ങൾക്ക് 50,000, ചിലപ്പോൾ 40, ചിലപ്പോൾ 20. അങ്ങനെ ഈ ബഹുഭൂരിപക്ഷം പോലത്തെ സാഹചര്യം അനുസരിച്ചാണ്. അത് എനിക്ക് ചെറിയ സംഖ്യയാണെങ്കിലും നമ്മൾ മൊത്തത്തിൽ വരുമ്പോഴേക്കും ഒരു വലിയ സംഖ്യയായിട്ട് മാറുന്നുണ്ട്. 1-2 കാര്യം എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഇതൊരു ചെയിനാണ്. ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അടുത്ത ആളെ പഠിപ്പിക്കാൻ തയ്യാറാകണം.
അതിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ കാരണന്മാരെ എല്ലാം അവസ്ഥ മാറാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മക്കൾ ജർമ്മനിയിലെത്തി അവിടുത്തെ ആ കുടുംബത്തിൻ്റെ സാഹചര്യം മാറണം. അതിന് ചില പ്രത്യേക കാര്യം നിങ്ങൾ ചെയ്യാനുണ്ട്. പിള്ളേരെ ആ വഴി വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്യണം. പണ്ട് വഴി മറക്കാൻ പാടില്ല. ജോസഫ് നമ്മൾ കുറച്ച് സമയമുണ്ട് അച്ഛനായിട്ട് മോഡലായിട്ടുള്ള സംസാരിക്കും. അതിനുശേഷം എന്തെങ്കിലും സംശയം, പ്രത്യേകിച്ച് ജർമ്മൻ പഠനവുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങോട്ട് പോകുന്ന കാര്യമായിട്ട് ചെറിയൊരു സംശയം ഉണ്ടാകുന്ന സമയമാണ് ജോസഫ്. ജർമ്മൻ ഭാഷ സൗജന്യമായി പഠിപ്പിച്ച് ജർമ്മനിയിൽ വിവിധ ആശുപത്രികളിൽ 250ഓളം നേഴ്സുമാർക്ക് ജോലി ക്രമീകരിച്ചു കൊടുക്കുവാൻ ഫാദർ ജോൺസൺ തോട്ടത്തിൽ അച്ഛന് കഴിഞ്ഞു. മലയോര മേഖലകളിലെ കർഷകരുടെ കുട്ടികൾക്ക് ഉന്നത പഠനം തുടരുവാനും സാമ്പത്തിക വളർച്ചയിലേക്ക് കൈപിടിച്ച് നയിക്കുവാനും തലശ്ശേരി അതിരൂപത നൈറ്റിംഗൽ മിനിസ്ട്രി ഒരു വഴികാട്ടിയായി എന്നും നിലനിൽക്കുന്നു.